ഹായ് ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അല്ലുക്കുട്ടനൊക്കെ സ്കൂളിൽ പോയ സമയമാണ്. അമ്മയ്ക്കാണെങ്കിൽ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, റോഡ് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഷോപ്പിലേക്കും പോകാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം ലീവൊക്കെ ആയിട്ട് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനെയും കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാമെന്ന്. അമ്മയാണ് കേട്ടോ എന്നെയും കൂട്ടിയിട്ട് പോണത്. അപ്പോൾ കുറേ നാളായി വണ്ടിയിലൊക്കെ ഇങ്ങനെ പോയിട്ടും അതും അമ്മയായിട്ടൊക്കെ പോയിട്ട് ഒത്തിരി ആയിട്ടോ. പേട്ടൻ്റെ കൂടെയും ഒക്കെ ഇപ്പം ഫുൾ അങ്ങനെയായിരുന്നല്ലോ കുറേ നാൾ. അമ്മയുടെ കൂടെയൊക്കെ പോയിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ വിചാരിച്ചു ചുമ്മാ അങ്ങനെ വണ്ടി എടുത്ത് പോകാമെന്ന്. പോകുന്ന വഴിക്ക് ഇതാ മഴയും പെയ്തു. എനിക്ക് കോട്ടും ഇല്ല, അതൊരു വഴിയിൽ നിന്നൊരു കോട്ടൊക്കെ മേടിച്ച് മഴയും നനഞ്ഞാണ് കേട്ടോ പോക്ക്. മഴ നനയണമെന്ന് കുറച്ച് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അതും നടന്നു. അങ്ങനെ പോയി മലപ്പുറം എത്തി. മലപ്പുറത്ത് പ്ലാനറ്റ് കഫേ എത്തിയിട്ടോ. അമ്മയാണെങ്കിൽ എന്നും ഒരേ ഫുഡാണേ കഴിക്കുക. ഒന്നുകിൽ ബിരിയാണി, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ ചോറ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും അങ്ങനെ ട്രൈ ചെയ്യാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണമെന്നേ. അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റ് കഫേയിലെത്തി. ആദ്യം തന്നെ നമ്മൾ ഓരോ കേക്കൊക്കെ മേടിച്ച് ഇങ്ങനെ ബാക്കി ഫുഡിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് വിട്ടിട്ടൊരു കളിയില്ലേ. പിന്നെ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സീസർ സാലഡ് ട്രൈ ചെയ്യുന്നത്. അമ്മയ്ക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് വരുമ്പോൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഗുവ സോൾട്ടി എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക്, ഒരു കൂളറാണ് കേട്ടോ അത്. അതും അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്ഥിരം ഡൈനാമൈറ്റ് ചിക്കനും സ്പൈസി ചിക്കൻ റാഞ്ചിൻ്റെ ഒരു ചെറിയ പിസ്സയും ഒക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. അമ്മയായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഇടാവേ.